തിരുമനസേ, എന്റെ പേര് നവീൻ പടുക്കൽ എന്നാണ്. ഞാനൊരു ആഭരണ വ്യാപാരിയാണ്. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ എന്റെ പണം മുഴുവനും ഒരു തോൽ സഞ്ചിയിലാക്കി അലമാരയിൽ സൂക്ഷിച്ചു വെച്ചു. ഇന്നലെ രാവിലെ അത് കാണാനില്ല തിരുമനസേ. ഓ അല്ല, എന്നിട്ട്? എന്റെ വീട്ടിൽ 4 ജോലിക്കാരുണ്ട് രാജൻ. അവരിൽ ആരെങ്കിലും ഒരാൾ എടുത്തിട്ടുണ്ടാവുമെന്നാണ് എന്റെ സംശയം. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. സത്യം അറിയാൻ വേണ്ടി ഞാൻ അവരെ തല്ലുകയാണെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിനായി മറ്റുള്ളവരെയും ശിക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാതെ തന്നെ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അങ്ങനെ സഹായിച്ചാലും തിരുമനസേ. നവീൻ, ശിക്ഷ നൽകാതെ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്നോട് സത്യം കണ്ടുപിടിക്കാൻ പറയുന്നു. ഞാൻ ശ്രമിക്കാം, പക്ഷെ പ്രയാസം തന്നെയാണ്. ശരി, നാളെ 4 ജോലിക്കാരെയും രാജസദസ്സിലേക്ക് കൊണ്ടുവരും. ഞാൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കാം. തിരുമനസേ, പ്രണാമം. ഇവരാണ് എന്റെ 4 ജോലിക്കാർ. ഇവരാണല്ലേ? ബീർബൽ, ചക്രവർത്തി, ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം. എനിക്കുള്ള മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഞാനൊരു തീരുമാനത്തിലെത്താം. മാന്ത്രിക ശക്തിയോ? അതേ തിരുമനസേ. ചക്രവർത്തി, ഈ വടികൾക്ക് മാന്ത്രിക ശക്തിയുണ്ട്. ഇപ്പോൾ ഞാൻ ഇവർക്ക് 4 പേർക്കും ഓരോ വടി വീതം നൽകാം. ആരാണോ മോഷ്ടിച്ചത് അയാളുടെ വടിക്ക് മാത്രം നാളെ രാവിലെ നോക്കുമ്പോൾ 4 ഇഞ്ച് നീളം കൂടുതലുണ്ടാകും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുറ്റവാളിയെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും തിരുമനസേ. ഇതൊരു നല്ല ആശയമാണല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശരി, ഓരോരുത്തരും ഓരോ വടി വീതം എടുത്തുകൊള്ളൂ. രാത്രി കിടക്കുമ്പോൾ അരികിൽ തന്നെ വെച്ചുകൊള്ളണം. നാളെ രാവിലെ വടികൾ രാജസദസ്സിലേക്ക് കൊണ്ടുവരണം. ഇതൊരു മാന്ത്രിക വടിയാണെന്നോ? ഇതെന്നെ കാണിച്ചു കൊടുക്കുമോ? ഞാനാണ് കുറ്റവാളിയെന്ന് ബീർബലിന് എങ്ങനെ മനസ്സിലാകും? നാളെ 4 ഇഞ്ച് കൂടുതലുണ്ടെങ്കിൽ മാത്രമല്ലേ മനസ്സിലാവൂ. എന്നാൽ അതൊന്നു കാണട്ടെ. ഇനി ബീർബലിന് എങ്ങനെ അറിയും? ഞാൻ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ഇനി ഞാൻ എങ്ങനെ പിടിയിലാകുമെന്ന് കാണട്ടെ. ഇന്നലെ ഞാൻ തന്ന വടികൾ എനിക്ക് തിരിച്ചു തരൂ. നിങ്ങൾക്ക് പോകാം. നന്ദി ഹുസൂർ. ഞാൻ നിങ്ങൾക്ക് തന്ന ആ വടി ഇങ്ങോട്ട് തരൂ. ഇതാ ഹുസൂർ. നിങ്ങൾക്കും പോകാം. നന്ദി ഹുസൂർ. നിങ്ങൾക്ക് തന്ന വടി എവിടെ? കാണട്ടെ. ഇതാ. ഞാനും പൊയ്ക്കോട്ടെ ഹുസൂർ? നിങ്ങൾ പോകരുത്, നിൽക്കൂ. നിങ്ങളുടെ പേരെന്താണ്? ബക്കർ എന്നാണ്. ശരി ബക്കർ, നിങ്ങൾ മോഷ്ടിച്ച വ്യാപാരിയുടെ പണം തിരിച്ചു കൊടുത്തേക്കോ. ഹുസൂർ, എന്താണ് പറയുന്നത്? ഞാൻ നിരപരാധിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനർത്ഥം? എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പറ്റിക്കാൻ നോക്കണ്ട, കുറ്റം സമ്മതിച്ചേക്കൂ. ബീർബൽ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചക്രവർത്തി തിരുമനസേ, ഞാൻ സാധാരണ 4 വടികളാണ് ഇവർക്ക് കൊടുത്തത്. അവയ്ക്ക് മാന്ത്രിക ശക്തി ഒന്നുമില്ല. അവ വെറും വടികളായിരുന്നു. പക്ഷെ ഇയാൾ വിചാരിച്ചു അതിന് 4 ഇഞ്ച് നീളം കൂടുമെന്ന്. അതുകൊണ്ട് ഇന്നലെ ഇയാൾ അതിന്റെ നീളം കുറച്ചു. ഇയാൾ മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ എന്തിനയാൾ അങ്ങനെ ചെയ്തു? എന്താ ബക്കർ, ഇപ്പോഴെങ്കിലും കുറ്റം സമ്മതിക്കുന്നോ? എന്നോട് ക്ഷമിക്കണം രാജൻ. ഞാൻ തന്നെയാണ് പണം മോഷ്ടിച്ചത്. ഇന്ന് തന്നെ അയാൾക്ക് തിരിച്ചു കൊടുത്തേക്കാം. ദയവായി എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കുടുംബമുണ്ട്. കൊള്ളാം ബീർബൽ, കൊള്ളാം. നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഗംഭീരം ബീർബൽ. മന്ത്രി ബീർബൽ, നമ്മുടെ ബീർബൽ. മന്ത്രി ബീർബൽ, നമ്മുടെ ബീർബൽ.